വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RBI ആക്റ്റുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ RBI ആക്റ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് നമ്മൾ RBI ആക്റ്റ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് മുമ്പേ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓരോ സെക്ഷൻസിലും എന്തെല്ലാമാണ് പറയണതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ 27 സെക്ഷൻ 27 ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. റീ ഇഷ്യൂ ഓഫ് നോട്ട്സ് ആണ് കേട്ടോ. റീ ഇഷ്യൂ നോട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 27 എന്താ പറയണമെന്ന് വെച്ചാൽ ബാങ്ക് ഷാൾ നോട്ട് റീ ഇഷ്യൂ ബാങ്ക് നോട്ട്സ് വിച്ച് ആർ ടോൺ, അതായത് ടോണായ, ഡീഫേസ്ഡ് ആയ, എക്സസീവ്ലി സ്പോയിൽഡ് ആയ നോട്ട്സ് ഒന്നും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കിന് റീ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ RBIക്ക് റീ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയണത്. നോർമൽ ബാങ്കിന് ഇഷ്യൂവിൻ്റെ ഒരു കാര്യം ഇല്ലല്ലോ. നോർമൽ ബാങ്കിന് നോട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയുമോ? ഇല്ല അല്ലേ. RBI മാത്രമല്ലേ ആ ഒരു സോൾ അതോറിറ്റി ഉള്ളൂ, നമ്മൾ മുമ്പേ പഠിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. റിക്കവറി ഓഫ് നോട്ട്സ് ലോസ്റ്റ്, സ്റ്റോളൻ അല്ലെങ്കിൽ മ്യൂട്ടിലേറ്റഡ് ഓർ ഇംപെർഫെക്റ്റ്, അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. അതായത് നോ പേഴ്സൺ ഷോൾ ഓഫ് റൈറ്റ് ബി എൻറ്റൈറ്റിൽ ടു റിക്കവർ ഫ്രം ദ, ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ RBIയിൽ നിന്ന് ദ വാല്യൂ ഓഫ് എനി ലോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോളൻ, മ്യൂട്ടിലേറ്റഡ് ഓർ ഇംപെർഫെക്റ്റ് കറൻസി നോട്ട്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ ബാങ്ക് നോട്ട്. അതായത് ഇത് സെക്ഷൻ 28 പറയുന്നത്, ഇപ്പം നമുക്ക് മോഷണം പോയി അല്ലേ, മോഷണം പോയി അതാണ് ലോസ്റ്റായി, അല്ലെങ്കിൽ സ്റ്റോളൻ കട്ടുകൊണ്ടുപോയി, അല്ലെങ്കിൽ കളഞ്ഞുപോയി, കീറിപ്പോയി, അങ്ങനെ പല രീതിയിലുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കറൻസി നോട്ട്സ് ലഭിച്ചു. അപ്പോൾ ഇതിനൊക്കെ തത്തുല്യമായ തുക എനിക്ക് വേണം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നോ RBIയുടെ അടുത്തുനിന്നോ ചെല്ലാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രൊവിഷൻ ഇല്ല. അപ്പോൾ 50,000 രൂപ എൻ്റെ കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് 50,000-ന് തുല്യമായ രൂപ എനിക്ക് വേണം, അല്ലെങ്കിൽ മൂല്യം വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് RBIനെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെയോ സമീപിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ഒരു വ്യക്തിക്കും അങ്ങനെ ഉള്ളൊരു റൈറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നോ പേഴ്സൺ ഷോൾ ഓഫ് റൈറ്റ് ബി എൻറ്റൈറ്റിൽ ടു റിക്കവർ ചെയ്യാൻ പറ്റില്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതാണ്, നശിച്ചത് നശിച്ചതാണ്. ഓക്കെ, കട്ടുകൊണ്ടുപോയതാണ്. അത് തിരിച്ചു കിട്ടുന്നത് അതൊരു ഒഫൻസായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാം, നമ്മുടെ എമൗണ്ട് അങ്ങനെ റിക്കവർ ചെയ്യാം. അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിനോ RBIക്കോ അതിന്മേൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഓക്കെ, സെക്ഷൻ 28 പിന്നെ പറയുന്നത് അലൗസ് ദ RBI ടു ഫോം റൂൾസ്, അവർ ഫോം ചെയ്യുന്നുണ്ട് റിഗാർഡിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡാമേജ്ഡ് ആൻഡ് ഇംപെർഫെക്റ്റ് നോട്ട്സ്. ഇപ്പോൾ ഡാമേജായി കീറിയ നോട്ടുകൾ, അതുപോലെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ബാങ്ക് വഴിക്ക് നടത്താറുണ്ട് കേട്ടോ. ബാങ്കിൽ കൊണ്ടുകൊടുത്ത് ബാങ്ക് മാറിയിട്ട് അത് RBIക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ നമുക്ക് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ റൂൾസ് സെക്ഷൻ 28 പ്രകാരം RBI പുറപ്പെടുവിക്കുന്നുണ്ട്. മറ്റേ കാര്യമാണ് റിക്കവറി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ആ കേസിൽ റിക്കവറി സാധ്യമല്ല, എന്നാൽ ഈ കേസിൽ റിക്കവറി സാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾസ് പുറപ്പെടുവിക്കുന്നത് സെക്ഷൻ 28 പ്രകാരമാണെന്ന് വെച്ചാൽ തത്തുല്യമായ തുകയൊന്നും നമുക്ക് കിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി സെക്ഷൻ 28A എന്താ പറയണമെന്ന് വെച്ചാൽ ഇഷ്യൂ ഓഫ് സ്പെഷ്യൽ ബാങ്ക് നോട്ട്സ്. സ്പെഷ്യലായിട്ടുള്ള ബാങ്ക് നോട്ട്സ് ചില സന്ദർഭത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. കോയിൻസും അങ്ങനെ ഇറക്കാറുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് നോട്ടുകളും അങ്ങനെ ഇറക്കാറുണ്ട്. ഓക്കെ, അതാണ് 28A പറയണത്. 28A കഴിഞ്ഞാൽ 29 എന്താ പറയണമെന്ന് വെച്ചാൽ ബാങ്ക് എക്സംപ്റ്റ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ ബാങ്ക് നോട്ട്സ്. ബാങ്ക് നോട്ട്സിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം അല്ലേ. ദ ബാങ്ക് ഷാൾ നോട്ട് ബി ലയബിൾ ടു പേയ്മെൻറ്റ് ഓഫ് എനി സ്റ്റാമ്പ് ഡ്യൂട്ടി. ഏതെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇതിൻ്റെ പേരിൽ അടയ്ക്കേണ്ടതുണ്ടോ? ഇല്ല. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്റ്റിലാണ് 1899, അതായത് 2 ഓഫ് 1899 ഇന്ത്യൻ സ്റ്റാമ്പ് ആക്റ്റിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നത്. അത് പ്രകാരം എക്സംപ്റ്റഡ് ആണ് എന്ത്, ബാങ്ക് നോട്ടിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് സെക്ഷൻ 30 കേട്ടോ. സെക്ഷൻ 30 അത് ഇമ്പോർട്ടൻ്റ് ആണ്. പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു സൂപ്പർസീഡ് സെൻട്രൽ ബോർഡ്. സെൻട്രൽ ബോർഡിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് എന്ന് പറഞ്ഞു. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എതിരായി പ്രവർത്തിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും
കണ്ടുപിടിക്കുകയാണെങ്കിൽ RBIയുടെ സെൻട്രൽ ബോർഡിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. അത് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 30 അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സെക്ഷൻ 30 പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു സൂപ്പർസീഡ് ദ സെൻട്രൽ ബോർഡ് ഓഫ് RBI എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 31ാമത്തെ സെക്ഷൻ പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിമാൻഡ് ബിൽസ് ആൻഡ് നോട്ട്സ് ആണ്. ഡിമാൻഡ് നോട്ട്സും ഡിമാൻഡ് ബിൽസും സെക്ഷൻ 31 പ്രകാരം ഇന്ത്യയിൽ RBIക്കോ സെൻട്രൽ ഗവൺമെൻറ്റിനോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഡിമാൻഡ് ബിൽസും ഡിമാൻഡ് നോട്ട്സും ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണത്. ഹവർ ചെക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പേയബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞ സംഭവം ഏത് ബാങ്കിന് വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രൊവൈഡഡ് ദാറ്റ് ചെക്സ് ഓർ ഡ്രാഫ്റ്റ്സ് ഇൻക്ലൂഡിംഗ് ഹുണ്ടീസ് പേയബിൾ ടു ബിയർ ഓർ ഡിമാൻഡ് ഓർ അതർവൈസ് മേ ബി ഡ്രോൺ ഓൺ എ പേഴ്സൺസ് അക്കൗണ്ട്സിൽ ബാങ്കർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനും കൈമാറി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഇഷ്യൂഡ് ബൈ എനി ഷെഡ്യൂൾഡ് ബാങ്ക് അണ്ടർ ദ സ്കീം ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒരു സ്കീം, ആ സ്കീമിൽ ആര് ഇഷ്യൂ ചെയ്യുന്നു? ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയാം. എന്താ സംഭവം? സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് അവർ അനൗൺസ് ചെയ്യുന്ന സ്കീമുകളിൽ എന്ത് ചെയ്യുന്നു? ഷെഡ്യൂൾഡ് ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അവരിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഈ സ്കീം നോട്ടിഫൈ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ രണ്ട് കാര്യമൊന്ന് ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 32 പെനാൽറ്റി ആയിരുന്നു, അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, സോ നോക്കേണ്ടതില്ല. 33 അസറ്റ്സ് ഓഫ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസറ്റ്സിനെ കുറിച്ച് ഇവിടെ 1-2 പോയിന്റുകളുണ്ട്, അത് ഓർത്ത് വയ്ക്കണം. അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗോൾഡ് കോയിൻ, അതുപോലെ ഗോൾഡ് ബുല്യൻ, ഫോറിൻ സെക്യൂരിറ്റീസ് ഇതൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസറ്റ്സ് വകമാറ്റി വയ്ക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇതിൻ്റെ അഗ്രഗേറ്റ് വാല്യൂ രണ്ടും പഠിക്കണം. ഈ ഗോൾഡ് കോയിൻ, ഗോൾഡ് ബുല്യൻ, അതുപോലെ തന്നെ ഫോറിൻ സെക്യൂരിറ്റീസ്, ഇത് മൂന്നും കൂടി വരുന്ന അഗ്രഗേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 200 കോടിയാണ് കേട്ടോ. 200 കോടിയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഗോൾഡ് കോയിനും ഗോൾഡ് ബുല്യനും മാത്രം 115 കോടിയാണ് കേട്ടോ. ഓക്കെ, 115 കോടിയാണെന്ന് പറയണത്. അപ്പോൾ ബാക്കി ഫോറിൻ സെക്യൂരിറ്റീസ്. അപ്പോൾ അഗ്രഗേറ്റ് വാല്യൂ ഓഫ് ഗോൾഡ് കോയിനും ഗോൾഡ് ബില്യനും കൂടി എത്ര? 115 കോടി. അതിൽ ഫോറിൻ സെക്യൂരിറ്റീസും കൂടി ഉൾപ്പെടുമ്പോൾ മൊത്തം 200 കോടി. അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബുല്യൻ ഒക്കെ വാല്യൂ ചെയ്യുന്നത് പ്രൈസ് നോട്ട് എക്സീഡിങ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രൈസിൻ്റെ ആ സമയത്ത് വിലയിൽ നോട്ട് എക്സീഡ് ചെയ്യാത്ത രീതിയിലാണ്. പിന്നെ കോയിൻ ഷാൾ ബി വാല്യൂഡ് അറ്റ്സ് ഫേസ് വാല്യൂ നോക്കിയിട്ടാണ്. സെക്യൂരിറ്റീസ് ആണ് ഈ വാല്യൂ ചെയ്യുന്നത് അവരുടെ എക്സീഡിങ് മാർക്കറ്റ് റേറ്റുകൾ എന്താണ് എന്ന് പരിഗണിച്ചിട്ടാണ് അവർ ഓരോന്നിൻ്റെയും മൂല്യം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അസറ്റ്സ് ഓഫ് ദി ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഗോൾഡ് കോയിനും ഗോൾഡ് ബുല്യനും ഫോറിൻ സെക്യൂരിറ്റീസും കൂടി ആകുമ്പോൾ 200. അതിൽ ഗോൾഡ് കോയിനും ഗോൾഡ് ബുല്യനും മാത്രം 115 കോടിയാണ് പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 33 നമ്മൾ പറയുന്നത്. ഇനി 34 വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 34 പറയുന്നത് ലയബിലിറ്റീസ് ഓഫ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധ്യതയെക്കുറിച്ചാണ്. അപ്പോൾ ലയബിലിറ്റീസ് ഓഫ് ദി ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഷാൾ ബി ആൻ എമൗണ്ട് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ദ എമൗണ്ട് ഓഫ് ദ കറൻസി നോട്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയും ലയബിലിറ്റീസ് ഉണ്ട് അല്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ബാങ്ക് നോട്ട്സ് ഫോർ ദ ടൈം ബീയിങ്. ഈ സർക്കുലേഷൻ നടക്കുന്ന അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ടിന് തത്തുല്യമായ ലയബിലിറ്റി ആർക്കുണ്ട്? ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് എന്നാണ് പറയണത്. സെക്ഷൻ 35 ഇനീഷ്യൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആയിരുന്നു, പക്ഷേ അത് ഒമിറ്റ് ചെയ്തു പോയ സെക്ഷനാണ്, സോ നമുക്ക് പഠിക്കേണ്ടതില്ല. 36 അതേ മെത്തേഡ് ഓഫ് ഡീലിംഗ് വിത്ത് ഫ്ലക്ച്വേഷൻസ് ഇൻ റുപ്പി കോയിൻസ് അസറ്റ്സ് ആയിരുന്നു, അത് ഒമിറ്റ് ചെയ്തതാണ്, സോ നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, പിന്നെ 37 പറയണത് 37 പോയിൻ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. സെക്ഷൻ 37 എന്താണെന്ന് നോക്കാം. സസ്പെൻഷൻ ഓഫ് അസറ്റ്സ് റിക്വയർമെൻറ്റ്സ് ആസ് ടു ഫോറിൻ സെക്യൂരിറ്റീസ്. അപ്പോൾ ഫോറിൻ സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫോറിൻ സെക്യൂരിറ്റീസിൻ്റെ കാര്യത്തിൽ
അസറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ്സിന് എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതായത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ഫോർഗോയിങ് പ്രൊവിഷൻസിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഒരു ബാങ്കിന് വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 6 months 6 months കൂടാത്ത കാലയളവ് ഓക്കെ അതിലെന്ത് ചെയ്യാം, അത് മാറ്റിവെക്കാം എന്നാണ് പറയണത് കേട്ടോ. വിത്ത് ദ ലൈക്ക് സാങ്ഷൻ ബി എക്സ്റ്റെൻഡ് ഫ്രം എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ടൈം ടു ടൈം, അതായത് നോട്ട് എക്സീഡിങ് 3 months എന്നാണ് പറയുന്നത്. 3 മാസത്തിൽ കൂടാത്ത ഇടവേളകൾ വേണമെങ്കിൽ ഈ ഫോറിൻ സെക്യൂരിറ്റീസിൻ്റെ കാര്യത്തിൽ സസ്പെൻഡ് ചെയ്ത് വെക്കാം, മാറ്റി വെക്കാം എന്നാണ് പറയണത്. അത് അതേപോലെ തന്നെ അതിന് യാതൊരു കോട്ടോ സംഭവിക്കാതെ വാങ്ങാതെയും വിൽക്കാതെയും ഒക്കെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഈ 3 മാസം കഴിഞ്ഞാലാണ് അതിന് പിന്നെ റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 37 പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 37 അപ്പം ഈ ഒരു കുറച്ച് സെക്ഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്നും കൂടി നോക്കിയിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ, റീഇഷ്യൂ നോട്ട്സ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. കാരണം ബാങ്ക് നോട്ട്സുകൾ ടോൺ ആയത്, ഡീഫേസ്ഡ് ആയത്, എക്സസീവ്ലി സ്പോയിൽ ആയത് റീഇഷ്യൂ ചെയ്യുമോ? ഇല്ല, അതാണ് ഉത്തരം. അപ്പോൾ അതാണ് 27 എന്ന് പറയുന്നത്. 27 എന്ന് കേൾക്കുമ്പോൾ തന്നെ റീഇഷ്യൂ എന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. 27 എന്ന് പറഞ്ഞാൽ റീഇഷ്യൂ ആണ്. ഇപ്പോൾ ടോൺ ആയ, ഡീഫേസ്ഡ് ആയ, എക്സസീവ്ലി സ്പോയിൽഡ് ആയ നോട്ട്സുകളൊന്നും തന്നെ റീഇഷ്യൂ ചെയ്യുന്നതല്ല. ഇനി റിക്കവറി ഓഫ് നോട്ട്സ് ലോസ്റ്റ്, സ്റ്റോളൻ, മ്യൂട്ടിലേറ്റഡ് ഓർ ഇംപെർഫെക്റ്റ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ തുല്യമായ തുക കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമുക്കത് സമീപിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല. അവരതിൻ്റെ റൂളുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ സെക്ഷൻ 28 പ്രകാരമാണ്. ഡാമേജ്ഡ്, എക്സ്ചേഞ്ച് ഓഫ് ഡാമേജ്ഡ് ആൻഡ് ഇംപെർഫെക്റ്റ് നോട്ട്സിൻ്റെ റൂൾസ് പ്രിപ്പയർ ചെയ്യുന്നത് ആസ് പെർ സെക്ഷൻ 28 ഓഫ് RBI ആക്ട് എന്നാണ് പറയണത്. ഇനി 28A നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ നോട്ട്സുകൾ ഇഷ്യൂ ചെയ്യുക ആൻഡ് സ്പെഷ്യൽ 1 rupee നോട്ട്സ് ഇൻ സർട്ടൻ കേസസിലൊക്കെ നിങ്ങൾ കാണാറുള്ളതാവും ഓരോരുത്തരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് സെക്ഷൻ 29 വരുമ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല ബാങ്ക് നോട്ടിന് എന്ന് പറയുന്നുണ്ട്. അത് 29 കേട്ടോ. ബാങ്ക് എക്സംപ്റ്റഡ് ആണ് എന്തിൽ നിന്നും? സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിൻ്റെ വർഷം ഒന്ന് നോക്കിയിരുന്നാൽ നന്നായിരിക്കും. 1899 2/1899 ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിൻ്റെ വർഷം. അപ്പോൾ അത് മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കുന്നു. ബാങ്ക് എക്സംപ്റ്റ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ ബാങ്ക് നോട്ട്സ്. അത് കഴിഞ്ഞ് 30 വന്ന പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു സൂപ്പർസീഡ് സെൻട്രൽ ബോർഡ്. സെൻട്രൽ ബോർഡ് ഓഫ് RBIയുടെ സെൻട്രൽ ബോർഡിനെ പിരിച്ചുവിടാനുള്ള പൂർണ്ണാധികാരം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് കേട്ടോ. സൂപ്പർസീഡ് ചെയ്യുക. ഓക്കെ, അതിന് തുല്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലാതെ വെറുതെ പോയിട്ട് സൂപ്പർസീഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, സെക്ഷൻ 31 കാര്യം പറയുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് ഡിമാൻഡ് ബിൽസും നോട്ട്സും ചെയ്യുന്നത് ആരാണ്? ഡിമാൻഡ് ബിൽസും ഡിമാൻഡ് നോട്ട്സും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏജൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് RBI ആണല്ലോ. അപ്പോൾ RBI പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഇവർക്ക് മാത്രമാണ് അതിന് അധികാരമുള്ളൂ. ഓക്കെ, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസ് നോക്കുക. ഇലക്ട്രൽ ബോണ്ട് എന്താണ്? ഷെഡ്യൂൾഡ് ബാങ്ക് അണ്ടർ ദ സ്കീം, ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. പെനാലിറ്റി 32, സെക്ഷൻ 32 അത് ഒമിറ്റ് ചെയ്തതാണ്. 33 നമ്മൾ പറഞ്ഞു അസറ്റ്സ് ഓഫ് ദി ഇഷ്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഗോൾഡ് കോയിനും ഗോൾഡ് ബുള്ളിയൻസും ഫോറിൻ സെക്യൂരിറ്റീസും കൂട്ടിയിട്ട് 200 കോടിയും അഗ്രഗേറ്റ് വാല്യൂ അതില്ലാതെ, അതായത് ഒരെണ്ണം ഇല്ലാതെ, ഫോറിൻ സെക്യൂരിറ്റീസ് മാത്രം ഇല്ലാതെയാണെങ്കിൽ 115 കോടിയാണ്. സോ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസും വാല്യൂസും എങ്ങനെയാണ് തീരുമാനിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ലയബിലിറ്റീസ് ഓഫ് ദി ഇഷ്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലയബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് 35 ഒമിറ്റഡ് ആണ്, 36 ഒമിറ്റഡ് ആണ്. 37 പറഞ്ഞത് സസ്പെൻഷൻ ഓഫ് അസറ്റ്സ് റിക്വയർമെൻറ്റ് ആസ് ടു ഫോറിൻ സെക്യൂരിറ്റീസ് എന്നത്. അപ്പോൾ ഇത് ചെറിയൊരു ക്ലാസ്സാണ്. RBI ആക്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി സെക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.